ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ് കേട്ടോ. ഈ മീൻകറി കോഴിക്കോടൻ സ്പെഷ്യൽ മീൻകറിയാണ്. തേങ്ങ അരച്ച് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് നല്ല ചോറിൻ്റെയും നല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കണേ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം 2 തക്കാളി അരിഞ്ഞെടുക്കുന്നുണ്ട്. ശേഷം 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞോ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിൽ, ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, വാളൻപുളി. അത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കുടംപുളി ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വാളൻപുളിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ശേഷം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടിയിൽ മീൻ കഷ്ണങ്ങളിടാം. മൺചട്ടിയിൽ മീൻ കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മീൻ കഷ്ണങ്ങളിട്ടു. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ഇത് 3ഉം ഇതിനകത്തേക്ക് ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർക്കാതിരുന്നത്. നിങ്ങൾ കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം പൊടികളായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ശേഷം മുളക് പൊടി, അതും ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കാശ്മീരി അല്ല, നോർമൽ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളമില്ലേ, ആ പുളിവെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ടൊരു 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം. അതിനുശേഷം ഇത് നല്ല മൂടി വെച്ചിട്ട് 10 മിനിറ്റ് വേവിക്കുക കേട്ടോ. അതിനുശേഷം നല്ല വരുമ്പോഴത്തേക്കും നമുക്കതിന് മുന്നായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, തേങ്ങ മാത്രം അരച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് വരുമ്പോൾ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് നമുക്ക് കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മീൻ കഷ്ണങ്ങളൊക്കെ ശക്തിയായി ഇളക്കരുത്, പൊടിഞ്ഞു പോവും. അതുകൊണ്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്യുന്ന രൂപത്തിൽ ഇളക്കിയതിന് ശേഷം ഒരു വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ താളിക്കുന്ന കേട്ടോ ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർത്ത് നല്ല അടിപൊളി മീൻകറി ഇവിടെ തയ്യാറായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.